Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കേരളത്തിലെ മത്സ്യമേഖലയെ കുത്തക മുതലാളിയായ അദാനിക്ക് പണയം വെക്കുകയാണെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA. പഴയങ്ങാടിയിൽ UDF പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർട്ട് ഫീ വർദ്ധിപ്പിച്ചതിനെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. ധർണാ സമരം അസോസിയേഷന്റെ ജില്ലാ ട്രഷറർ മനോഹരൻ പയ്യന്നൂർക്കാരൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ വെള്ളാപ്പ് മീലിയാട്ട് റോഡിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുത തൂണിലിടിച്ച് തകർന്നു. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2:45 അപകടം നടന്നത്. പയ്യന്നൂർ നഗരസഭ സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി മുനിസിപ്പൽ തല പ്രഖ്യാപനവും നിർവഹണ സമിതി രൂപീകരണ യോഗവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ മത്സ്യമേഖലയെ കുത്തക മുതലാളിയായ അദാനിക്ക് പണയം വെക്കുകയാണെന്ന് MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ്. പഴയങ്ങാടിയിൽ UDF പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്നും അദാനി അടക്കമുള്ള കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുന്ന നിലപാടുമായി കേരളത്തിലെ മുഖ്യമന്ത്രി മുന്നോട്ടു പോവുകയാണെന്നും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തെയും പ്രവർത്തകരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ, ഇരട്ടച്ചങ്ങനെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പൊതുവേ ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടു, മത്സ്യത്തൊഴിലാളികളുടെ മുന്നിൽ, അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ, അവരുടെ പരിവേദനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ ജനങ്ങളുടെ പ്രതിഷേധത്തെ ഭയന്ന് അദ്ദേഹത്തിന് ഓടി തടി തപ്പേണ്ടി വന്ന ഒരു ഘട്ടം നമ്മൾ ഓർക്കുകയാണ്. ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരളത്തിലെ തീരദേശ മേഖലകളിൽ നടത്തുന്ന യാത്ര വിജയിപ്പിക്കുവാൻ കല്യാശ്ശേരി പയ്യന്നൂർ നിയോജക മണ്ഡലം UDF പ്രവർത്തക കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷൻ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. UDF കല്യാശ്ശേരി മണ്ഡലം ചെയർമാൻ NG സുനിൽ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം TNA ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. KPCC സംസ്ഥാന സമിതി അംഗം MP ഉണ്ണികൃഷ്ണൻ, B സജിത് ലാൽ, KV മുഹമ്മദ് അലി, SKP സക്കറിയ, ഷുക്കൂർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോർട്ട് ഫീ വർദ്ധിപ്പിച്ചതിനെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. ധർണാ സമരം അസോസിയേഷന്റെ ജില്ലാ ട്രഷറർ മനോഹരൻ പയ്യന്നൂർക്കാരൻ ഉദ്ഘാടനം ചെയ്തു. കോടതികളിൽ ഫയൽ ചെയ്യുന്ന ഹർജികളിലും മറ്റും ഭീമമായ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. അസോസിയേഷൻ ജില്ലാ ട്രഷറർ മനോഹരൻ പയ്യന്നൂർക്കാരൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു.
പയ്യന്നൂർ യൂണിറ്റ് സെക്രട്ടറി KK സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് VV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ധർണാ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോയേഴ്സ് കോൺഗ്രസ് നേതാവും പയ്യന്നൂർ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമായ DK ഗോപിനാഥ്, ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ, അഭിഭാഷക പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് PP സന്ദീപ് കുമാർ, അഭിഭാഷക പരിഷത്ത് പയ്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗൗരി അന്തർജനം, അഡ്വക്കേറ്റ് ടോണി ജോസഫ്, അഡ്വക്കേറ്റ് KK ശ്രീധരൻ, അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ അംഗം K രതീഷ് കുമാർ, സീനിയർ മെമ്പർ PU ദാമോദരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർത്ത് ദമ്പതികൾ. പഴയങ്ങാടി എരിപുരത്തെ റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ CK പുഷ്പജനും ഭാര്യ PP സനിതയുമാണ് 15 വർഷമായി വീടിന്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്തു വരുന്നത്. വീടിന്റെ മട്ടുപ്പാവിൽ മഴമറ തീർത്ത് ഇഷ്ടിക കൊണ്ട് കളമൊരുക്കി അതിൽ മണ്ണ് നിറച്ചാണ് എരിപുരത്തെ റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ CK പുഷ്പജനും ഭാര്യ PP സനിതയും കഴിഞ്ഞ 15 വർഷങ്ങളിലായി മട്ടുപ്പാവ് കൃഷി ചെയ്തു വരുന്നത്. പൂർണ്ണമായും ജൈവവളമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കുമ്പളം, പയർ, തക്കാളി, പച്ചമുളക്, പുതിന, ചീര തുടങ്ങിയവയെല്ലാം വിളയിച്ചെടുക്കുന്നുണ്ട്. അധ്യാപിക കൂടിയായ സനിതയും പുഷ്പജനും തങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ഏറിയ പങ്കും ചെലവഴിക്കുന്നതും ഈ കൃഷിയിടത്തിൽ തന്നെ. 2010 മുതലേ കൃഷി തുടങ്ങിയിട്ടുണ്ട്. മട്ടുപ്പാവ് കൃഷി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ചട്ടി വെച്ചാണ് കൃഷി ചെയ്തത്. ഗ്രോ ബാഗും ചട്ടിയും വെച്ചാണ് കൃഷി ചെയ്തത്. പിന്നീട് എനിക്ക് തോന്നി വള്ളികൾ പടരണമെങ്കിൽ ധാരാളം മണ്ണിന് കനം കുറവ് മതി, പക്ഷെ ധാരാളം ഏരിയ വേണമെന്ന്, വള്ളി പട്ടുന്ന പോലെ തന്നെ വേരിനും പടരാൻ സ്ഥലം വേണമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ ഇഷ്ടിക വെച്ചിട്ട് ഒരു ഇഷ്ടിക കനത്തിൽ മണ്ണ് നിറച്ചാണ് കൃഷി ചെയ്തത്. അതുകൊണ്ടാണ് ടെറസിൽ കുമ്പളങ്ങ ഉണ്ടാക്കാൻ പറ്റും, കൈപ്പക്ക ഉണ്ടാക്കാൻ പറ്റിയത്. ഇതെല്ലാം കൂടുതലും ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം വളവിടല്, പിന്നെ അതുപോലെ മണ്ണൊന്നും ഇവരങ്ങനെ തൊടയില്ല ഇപ്പൊ കുറച്ചാളായിട്ട്. അപ്പൊ ഞാൻ തന്നെ ചെടിയെല്ലാം നടുക എല്ലാം ചെയ്യാം. ബാക്കി പരിചരണം ഇവര് കൊടുക്കും. ഇതുപോലെ ഇങ്ങനെ കുമ്പളങ്ങെല്ലാം വീഴുന്ന ടൈലിൽ കെട്ടിക്കൊടുക്കല്, പിന്നെ ഓസിട്ടിട്ട വെള്ളം നനക്കുന്ന ആ വെള്ളം നനക്കലെല്ലാം ഇവർ സ്വന്തമായിട്ട് ചെയ്യും. മഴമറ നിർമ്മാണത്തിന് ഏഴോം പഞ്ചായത്ത് കൃഷിഭവന്റെ സഹായം ലഭിച്ചിരുന്നു. ഇനി വരും വർഷങ്ങളിലും കൃഷി വ്യാപിപ്പിക്കുവാനാണ് ഇവരുടെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വായന എന്ന അതിരില്ലാ ലോകത്തേക്ക് കുട്ടികളെ നയിക്കാൻ ഉതകുന്ന തരത്തിൽ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബാലവേദി മെന്റർമാർക്കുള്ള ഏകദിന പരിശീലനത്തിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. KMK സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു ഉദ്ഘാടനം ചെയ്തു. മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന ലക്ഷ്യത്തോടെ കുട്ടികളെ പുസ്തക വായനയുടെ ലോകത്തേക്ക് നയിക്കാൻ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഹ്വാനപ്രകാരമാണ് വിവിധ കേന്ദ്രങ്ങളിൽ മെന്റർമാർക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ 3 കേന്ദ്രങ്ങളിലായാണ് ബാലവേദി മെന്റർമാർക്ക് പരിശീലനം നടത്തുന്നത്. തൃക്കരിപ്പൂരിൽ നടന്ന പരിശീലന പരിപാടിയിൽ തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, പിലിക്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളിൽ നിന്ന് ഒരു മെന്ററാണ് പങ്കെടുക്കുന്നത്. തൃക്കരിപ്പൂർ KMK സ്മാരക ഓഡിറ്റോറിയത്തിൽ K ചന്ദ്രശേഖരൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിശീലനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ, തൃക്കരിപ്പൂർ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർമാരായ VK രതീശൻ, P ശ്രീധരൻ, താലൂക്ക് നിർവാഹക സമിതി അംഗം പപ്പൻ കുട്ടമത്ത്, PV ഉണ്ണിരാജൻ, M നാരായണൻ എന്നിവർ സംസാരിച്ചു. പരിശീലകരായ പ്രഭാകരൻ വലിയപറമ്പ്, സുരേഷ് കുമാർ ബിരിക്കുളം എന്നിവർ ക്ലാസുകളെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ വെള്ളാപ്പ് മീലിയാട്ട് റോഡിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുത തൂണിലിടിച്ച് തകർന്നു. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:45 അപകടം നടന്നത്. തൃക്കരിപ്പൂർ ടൗണിൽ നിന്ന് വെള്ളാപ്പിലേക്കുള്ള പ്രധാന റോഡിലാണ് പയ്യന്നൂർ സ്വദേശി ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ തൂൺ പൊട്ടി സമീപത്തെ ഔച്ചാലിൽ കുത്തി നിന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. റോഡിൽ തൂങ്ങി നിന്ന തൂൺ KSCB സബ് എഞ്ചിനീയർ വിനോദിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം സ്ഥലത്തെത്തി മാറ്റിയിടുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പന്തൽ ഡെക്കറേഷൻ തൊഴിലെടുക്കുന്ന പയ്യന്നൂർ മോരിക്കോവൽ സ്വദേശിയുടേതാണ് കാർ. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി മുനിസിപ്പൽ തല പ്രഖ്യാപനവും നിർവഹണ സമിതി രൂപീകരണ യോഗവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി പയ്യന്നൂർ നഗരസഭാതല ഉദ്ഘാടനവും നിർവഹണ സമിതി രൂപീകരണ യോഗവും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഏറെ മാതൃകാപരമായിട്ടുള്ള അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു ഇടപെടലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ
സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കി വരുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളെല്ലാം ഏറ്റവും നല്ല യോഗ്യതയോടുകൂടി പാസ്സായി വരണം, ഫുൾ മാർക്ക് വാങ്ങി എന്നുള്ളതല്ല. പാസ്സാകാൻ പാകത്തിലുള്ള മാർക്കെങ്കിലും ഇല്ലാതെ എല്ലാവരെയും പാസ്സാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ 1ാം ക്ലാസ് മുതൽ പാസ്സായി പോയി SLC എത്തുമ്പോഴാണ് വലിയ പ്രയാസം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പിന്നീട് SLC കഷ്ടി പാസ്സായി പോയാൽ +1, +2 ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ അതിനേക്കാൾ വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരികയാണ്. നഗരസഭാ ഹാളിൽ നടന്ന പരിപാടിയിൽ പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV ജ്യോതി ബസു അധ്യക്ഷത വഹിച്ചു. DPO SSK ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി പദ്ധതി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, V ബാലൻ, T വിശ്വനാഥൻ, TP സമീറ, VV സജിത, കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ, BRC ട്രെയിനർ സൈനുദ്ദീൻ T എന്നിവർ സംസാരിച്ചു. കുട്ടികളിലെ അക്കാദമിക് മികവും ഗുണനിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായാണ് സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി ആരംഭിച്ചത്. കൗൺസിലർമാർ, സ്കൂൾ പ്രധാനാധ്യാപകർ, PTA ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തും കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത പദ്ധതിയായ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചന്തപ്പുര സാംസ്കാരിക നിലയത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഓരോ വാർഷിക പദ്ധതികളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോ ഓഫീസുകളും ഭിന്നശേഷി സൗഹൃദമാക്കണമെന്നുള്ള സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശം തന്നെ നിലവിലുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ ഓഫീസുകളും ഇപ്പോൾ ഭിന്നശേഷി സൗഹൃദമായി മാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ കാരണങ്ങളാൽ മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യാനും അതുപോലെ തന്നെ പല സ്ഥലത്ത് പോകാനും ഒക്കെ സാധിക്കാത്ത ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഉത്തരവാദിത്വം തന്നെയാണ്. ആ ഉത്തരവാദിത്വം കണ്ടെത്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വാർഷിക പദ്ധതികളിലൊക്കെ നിരവധിയായിട്ടുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടായും സ്കോളർഷിപ്പുകൾ നൽകിക്കൊണ്ടായും നിരവധിയായിട്ടുള്ള സഹായങ്ങളാണ് ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് K മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുധാകരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N കാർത്തിയായനി, ഭരണസമിതി അംഗം MV പ്രീത, ICDS സൂപ്പർവൈസർ BK സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. 9 പേർക്കാണ് ചടങ്ങിൽ വെച്ച് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഹോർട്ടികോർപ്പ് ഹണി ബങ്ക് പ്രവർത്തനം ആരംഭിച്ചു. ഹോർട്ടികോർപ്പ് ചെയർമാൻ S വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഹോർട്ടികോർപ്പ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഹണി ബങ്ക് പ്രവർത്തനം ആരംഭിച്ചു. ഔഷധ ഗുണമുള്ള വിവിധയിനം തേനുകളും തേൻ ഉൽപ്പന്നങ്ങളും ഹണി കോളയും സ്റ്റാളിൽ ലഭ്യമാണ്. ഹോർട്ടികോർപ്പ് ചെയർമാൻ S വേണുഗോപാൽ ഹണി ബങ്ക് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങൾ അവശേഷിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർഷകരിൽ നിന്നും അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നേരിട്ട് സംഭരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ കൃഷിഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ടും കർഷകരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കാനുള്ള നല്ല പരിശ്രമത്തിലാണ് ഹോർട്ടികോർപ്പ് നിൽക്കുന്നത്. വാർഡ് കൗൺസിലർ U ചിത്ര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹോർട്ടികോർപ്പ് ജില്ലാ മാനേജർ രജിത രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പയ്യന്നൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ, M രാമകൃഷ്ണൻ, സുരേഷ് PG തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തലപോയ തെങ്ങുകളെ നോക്കി നെടുവീർപ്പിടുകയാണ് കേര കർഷകർ. മുൻകാലങ്ങളിൽ വല്ലപ്പോഴുമേ ഒരു തെങ്ങിന്റെ തല നശിച്ചു പോകുമായിരുന്നുള്ളൂ. ഇപ്പോഴത് പതിവ് കാഴ്ചയാവുകയാണ്. തെങ്ങുകൾ തലയേറ്റു പോകുമ്പോൾ കർഷകർ ആശങ്കയിലാവുകയാണ്. തെങ്ങുകൾ വ്യാപകമായി ഉണങ്ങി തലയേറ്റു പോകുന്നത് ഇപ്പോൾ പതിവായിരിക്കുന്നു. നിരവധി സ്ഥലങ്ങളിൽ തലയേറ്റ തെങ്ങുകൾ കാണാനാകും. ഇതിൽ ഏറെ ആശങ്കപ്പെടുകയാണ് കേര കർഷകർ. തേങ്ങയ്ക്ക് വില കൂടുമ്പോൾ തെങ്ങുകളെ രോഗം ബാധിക്കുന്നതാണ് കർഷകരെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നത്. മുൻപ് 1-2 തെങ്ങുകളിൽ കാണപ്പെട്ടിരുന്ന രോഗബാധ ഇപ്പോൾ കൂടുതൽ തെങ്ങുകളിലേക്ക് വ്യാപകമായിരിക്കുകയാണ്. കാലാവസ്ഥയിലെ മാറ്റമാണ് തെങ്ങുകൾക്ക് രോഗം വരാൻ കാരണമെന്നും പറയുന്നുണ്ട്.
നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ കൊയോങ്കര കൂവാരത്ത് തറവാട് അയ്യമ്പളപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ 17 വർഷത്തിന് ശേഷം കളിയാട്ട മഹോത്സവം ഏപ്രിൽ 17 മുതൽ 21 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനവും സുവനീർ പ്രകാശനവും ഏപ്രിൽ 17 രാത്രി 7 മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിക്കും. ഏറ്റുകുടുക്ക അവധൂതാശ്രമത്തിലെ സാധു വിനുസ്വാമി മുഖ്യപ്രഭാഷണം നടത്തും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ മുഖ്യാതിഥിയാകും. വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, പഞ്ചായത്ത് അംഗം സീതാ ഗണേഷ് എന്നിവർ സംസാരിക്കും. തുടർന്ന് വനിതാവേദി അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ തിരുവാതിരയും വിവിധ ടീമുകളുടെ കൈകൊട്ടിക്കളിയും നടക്കും. ഏപ്രിൽ 18 രാത്രി വനിതാവേദിയുടെ നാടൻ പാട്ടും തുടർന്ന് കൊയോങ്കര കലാഗ്രാമം അവതരിപ്പിക്കുന്ന കലാസന്ധിയും അരങ്ങേറും. 19 വൈകുന്നേരം 4 മണിക്ക് അക്ഷരശ്ലോക സദസ്, രാത്രി 7 മണിക്ക് തെയ്യം തിടങ്ങൽ, 8 മണിക്ക് മേലേരിക്ക് അഗ്നിപകരൽ, തുടർന്ന് വിവിധ തോറ്റങ്ങൾ അരങ്ങിലെത്തും. അർദ്ധരാത്രി 12 മണിക്ക് ഭൂതം ദൈവം, 20 പുലർച്ചെ 3:30 അങ്കക്കുളങ്ങര ഭഗവതിയും രക്തചാമുണ്ടിയും പുതിയ ഭഗവതിയും തിരുനടയിൽ നടനമാടും. പുലർച്ചെ 5 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം, 20 ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രധാന തെയ്യക്കോലമായ കമ്മാടത്തമ്മയുടെ പുറപ്പാട്, തുടർന്ന് ഗുളികൻ ദൈവം. 12:30 മുതൽ അന്നദാനവും ഉണ്ടാകും. രാത്രി 8 മണിക്ക് കുണ്ടോർ ചാമുണ്ടി മൂലാരൂഢത്തിൽ മോന്തിക്കോലം, 21 രാവിലെ 9 മണിക്ക് കുണ്ടോർ ചാമുണ്ടിയുടെ പുറപ്പാട്. കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ P ശശിധരൻ മാസ്റ്റർ, ജനറൽ കൺവീനർ K ശശി, സുവനീർ കമ്മിറ്റി കൺവീനർ K രാജൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ മഹാദേവ ഗ്രാമം കൊലീഗ്സിന്റെ ആഭിമുഖ്യത്തിൽ KU പ്രസാദ് സ്മാരക വെറ്ററൻസ് കായികമേള ഏപ്രിൽ 17 മുതൽ 20 വരെ നടക്കും. ഏപ്രിൽ 17 വൈകിട്ട് 4:30 സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി കായികമേള ഉദ്ഘാടനം ചെയ്യും. ഗ്രാമം കൊളീഗ്സിന്റെ മുഖ്യ സംഘാടകനും ക്രിക്കറ്ററും സിനിമാ പ്രവർത്തകനുമായ അകാലത്തിൽ വേർപിരിഞ്ഞ KU പ്രസാദിന്റെ സ്മരണയ്ക്കായി ഗ്രാമം കൊളീഗ്സിന്റെ ആഭിമുഖ്യത്തിൽ 2025 ഏപ്രിൽ 17, 18, 19, 20 തീയതികളിലായി വിവിധങ്ങളായ കായിക മത്സരങ്ങൾ ഉൾപ്പെടുത്തി വെറ്ററൻസ് താരങ്ങളുടെ ഫുട്ബോൾ മത്സരം, ബാഡ്മിന്റൺ ടൂർണമെന്റ്, ക്രിക്കറ്റ് ടൂർണമെന്റ് എന്നീ കായിക വിനോദങ്ങൾ വെറ്ററൻസ് കായികമേളയായി മഹാദേവ ഗ്രാമത്തിൽ സംഘടിപ്പിക്കും. ഏപ്രിൽ 17 വൈകുന്നേരം 4:30 വെറ്ററൻസ് കായികമേളയുടെ ഉദ്ഘാടനം ഇന്ത്യൻ ഫുട്ബോളറും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ U ഷറഫ് അലി നിർവഹിക്കും. ചടങ്ങിൽ പയ്യന്നൂർ DYSP K വിനോദ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ അണിനിരക്കുന്ന കണ്ണൂർ ജില്ലാ പോലീസ് ടീമും കെൽട്രോൺ ടീമും തമ്മിലുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരം നടക്കും. ഏപ്രിൽ 18 രാവിലെ 6:30 50 വയസ്സ് പൂർത്തിയായ വെറ്ററൻസ് താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റ് നടക്കും. ഏപ്രിൽ 19, 20 തീയതികളിൽ 42 വയസ്സു മുതൽ 67 വയസ്സ് പ്രായം വരെയുള്ളവരുടെ വെറ്ററൻസ് ക്രിക്കറ്റ് ടൂർണമെന്റ് സീസൺ 4 നടക്കും. ഏപ്രിൽ 20 വെറ്ററൻസ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ, തുടർന്ന് വൈകുന്നേരം 5:30 സമാപന സമ്മേളനം നടക്കും. വെറ്ററൻസ് കായികമേളയുടെ സമാപന സമ്മേളനം MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മുൻ ഇന്ത്യൻ വനിതാ താരവും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം കോച്ചുമായ ഡോക്ടർ PV പ്രിയ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കായികമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KV സുനിൽകുമാർ, CK ദിനേശൻ, അത്തായി രാജു, UP ശരത് ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃശൂർ കുന്നംകുളം പ്രസ് ക്ലബിന്റെ സംസ്ഥാന മാധ്യമ പുരസ്കാരം ഷാരിമ രാജന്. അച്ചടി മാധ്യമ വിഭാഗത്തിൽ കേരള കൗമുദി വടക്കാഞ്ചേരി ലേഖകൻ TD ഫ്രാൻസിസും, ദൃശ്യമാധ്യമ വിഭാഗത്തിൽ കണ്ണൂർ വിഷൻ ചാനലിലെ ഷാരിമ രാജനും അർഹരായി. കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് കട്ടക്കുളം നിവാസികൾ അരപ്പൊക്കം വെള്ളത്തിൽ മൃതദേഹം കൊണ്ടുപോകേണ്ടി വരുന്ന ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിനാണ് ഷാരിമയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മെയ് മാസം കുന്നംകുളത്ത് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. മലയാള മനോരമ ലേഖകൻ C ഗിരീഷ് കുമാർ അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് സംസ്ഥാനത്ത് ആദ്യമായി പുരസ്കാരം ഏർപ്പെടുത്തിയ കുന്നംകുളം പ്രസ് ക്ലബിന്റെ 20ാമത് മാധ്യമ പുരസ്കാരമാണ് ഷാരിമയ്ക്ക് വിതരണം ചെയ്യുന്നത്. റിട്ടയർഡ് SI പട്ടുവത്തെ P രാജന്റെയും സുമതിയുടെയും മകളായ ഷാരിമ രാജൻ ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദവും ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദവും ഡിപ്ലോമയും നേടിയാണ് മാധ്യമപ്രവർത്തനത്തിലെത്തിയത്. 2019 മുതൽ ദൃശ്യമാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. 4 വർഷത്തോളമായി കണ്ണൂർ വിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ആദ്യം കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ടറായും ശേഷം സബ് എഡിറ്ററായും ഒപ്പം വാർത്താവതാരകയായും പ്രവർത്തിച്ചു. വനിതാ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾ ഇതിനോടകം ജനങ്ങളിലേക്ക് എത്തിച്ചു.
ഡോക്ടർ മുബാറക് ബീവിയുടെ ജീവിതം ഒരു നാടിന് ദാഹജലം നൽകുന്ന KP രാധ, 60-ാം വയസ്സിൽ നൃത്തത്തിൽ ചുവടുവെച്ച അമ്മമാരുടെ കൂട്ടായ്മ, പരിമിതികളെ മറികടന്ന എഴുത്തുകാരി റഫ്സാന ഖാദർ, തന്റെ വ്യക്തിത്വം തെളിയിക്കാനായി SSLC പരീക്ഷ എഴുതിയ ട്രാൻസ്ജെൻഡർ വനിത അപർണ തുടങ്ങി നിരവധി റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കണവാടികൾക്ക് വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്തു. കോറോം അങ്കണവാടിയിൽ വെച്ച് നടന്ന നഗരസഭാ തല ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. കോറോം അങ്കണവാടിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വാട്ടർ പ്യൂരിഫയർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി 31 കഴിയാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചടങ്ങ് നടത്താൻ വേണ്ടി ഇടയായിട്ടുള്ളത്. നമ്മുടെ അംഗൻവാടികളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ നൽകുന്ന കാര്യത്തിലെല്ലാം അവരുടെ അധിക ഓണറേറിയം നൽകുന്ന കാര്യത്തിൽ ഇതെല്ലാം നഗരസഭ നല്ല നിലയിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതികളാണ്. കുട്ടികൾക്ക് അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വികാസത്തിന് അനുയോജ്യമായിട്ടുള്ള നിലയിലേക്ക് അംഗൻവാടികളെ എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് പദ്ധതി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, V ബാലൻ, VV സജിത, കൗൺസിലർമാരായ T ഭവാനി, M ഗൗരി, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പദ്ധതിയിലൂടെ 11,50,000 രൂപ ചിലവിൽ 30 അംഗൻവാടികൾക്കാണ് റിവേഴ്സ് ഓസ്മോസിസ് ഫിൽട്രേഷൻ സംവിധാനമടക്കമുള്ള വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബാലസംഘം പെരിങ്ങോം ഏരിയ വേനൽത്തുമ്പികൾ ക്യാമ്പിന് എരമം പുല്ലുപാറയിൽ തുടക്കം. ബാലസംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K സൂര്യ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പെരിങ്ങോം ഏരിയ വേനൽത്തുമ്പികൾ ക്യാമ്പിന് എരമം പുല്ലുപാറയിൽ തുടക്കമായി. ഏപ്രിൽ 16 മുതൽ 22 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. വിളംബര ഘോഷയാത്രയോടെയാണ് ക്യാമ്പിന് തുടക്കം കുറിച്ചത്. ബാലസംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K സൂര്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘത്തിന്റെ വേനൽത്തുമ്പി കേട്ടിട്ടില്ലേ? ആദ്യമായിട്ട് വേനൽത്തുമ്പിയുടെ ഭാഗമാകുന്ന കൂട്ടുകാരാണോ ഇവിടെ ഇരിക്കുന്ന 19 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ആദ്യമായിട്ട് വേനൽത്തുമ്പിയിലേക്ക് കടന്നു വന്ന കൂട്ടുകാരല്ലേ അല്ലേ? മുന്നേ ഉണ്ടായ കൂട്ടുകാരുണ്ടോ? ഉണ്ടാ? എത്ര പേരുണ്ട്? ഉണ്ട്. മുൻ വർഷങ്ങളിൽ വേനൽത്തുമ്പിയുടെ ഭാഗമായ കൂട്ടുകാരാണ്. അപ്പൊ വേനൽത്തുമ്പി എന്താണെന്ന് അറിയില്ലേ? ബാലസംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് വേനൽത്തുമ്പി എന്ന് പറയുന്നത് അല്ലേ? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ സഞ്ചരിക്കുന്ന തിയേറ്ററാണ് വേനൽത്തുമ്പി. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോലുണ്ടോ? സിനിമ കാണലുണ്ടോ? ഉണ്ട്. സിനിമ കാണില്ലേ തിയേറ്ററിൽ പോയിട്ട്? അപ്പോ വേനൽത്തുമ്പി എന്താണ്? സഞ്ചരിക്കുന്ന കുട്ടികളുടെ തിയേറ്ററാണ് അല്ലെ? അതിൽ നമ്മൾ നാടകങ്ങൾ ഉണ്ടാവും, സംഗീത ശില്പങ്ങൾ ഉണ്ടാവും. ഏരിയ പ്രസിഡന്റ് ദയാ ഗോവിന്ദ് അധ്യക്ഷത വഹിച്ചു. KP കമലാക്ഷൻ, ശ്രീഹരി സുരേഷ്, KP ഗോപാലൻ, വേനൽത്തുമ്പി സംസ്ഥാന പരിശീലക കൃഷ്ണ ശ്രീധരൻ, KV ഗോപിനാഥൻ, KB ബാലകൃഷ്ണൻ, വേനൽത്തുമ്പി ഏരിയ പരിശീലകരായ കോക്കാട് നാരായണൻ, വികേഷ് പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വലിയപറമ്പ് ഇടയിലേക്കാട് സ്വരാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. കമാൻഡർ ശൗര്യചക്ര PV മനേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് കേസുകൾ ഉള്ളത് അതിർത്തി തർക്കത്തിന്റെ പേരിലാണെന്ന് സ്വരാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കമാൻഡർ ശൗര്യചക്ര PV മനേഷ് പറഞ്ഞു. ഒരു വീട്, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത വീട് 2 നിലയുണ്ടെങ്കിൽ 2-3 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ വീട് ചിലപ്പോൾ 1 നിലയായിരിക്കും. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് നമ്മളും 2 നിലയാണ്. അപ്പൊ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ആ ലൈഫിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ പരസ്പരം സഹകരണത്തോടുകൂടി പരസ്പരം സ്നേഹത്തോടുകൂടി നമ്മൾ ജീവിക്കാൻ വേണ്ടി പഠിക്കണം. കാരണം ആയുസ് ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ആ ആയുസ് ദീർഘകാലമില്ല. ഇന്നത്തെ കാലത്ത് കഴിക്കുന്ന ഭക്ഷണ രീതികൾ ഒക്കെ വിഷാംശങ്ങൾ കലർന്ന ഭക്ഷണ രീതികളാണ്. ഈ വിഷാംശങ്ങളൊക്കെ കലർന്ന ഭക്ഷണ രീതികളിൽ നമ്മുടെ ആയുസ് എന്നത് പണ്ട് ശതാബ്ദിയൊക്കെ നടക്കുമായിരുന്നു. ശതാബ്ദി 100 വയസ്സ് കഴിഞ്ഞ ആളുണ്ട്. അതേപോലെ അഷ്ടപതി, നവതി 90 വയസ്സ് കഴിഞ്ഞ ആളുണ്ട്.
അഷ്ടപതിയുണ്ട്, 50 വയസ്സുണ്ട്. അത് കഴിഞ്ഞ് സപ്തതി, 70 വയസ്സാകുമ്പോൾ സപ്തതി ആഘോഷിക്കുന്നു. ഷഷ്ടി പൂർത്തി, അതാണ് നമ്മുടെ ശതാബ്ദി എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഇനിയുള്ള ജനറേഷനിൽ 60 വയസ്സ് തന്നെയാണ് ആയുസ്. ആ 60 വയസ്സ് വരെയുള്ള ആയുസിലേക്ക് നമ്മൾ ഒതുങ്ങി നിൽക്കുന്നു. ആ ഒതുങ്ങി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തിനാണ് ഈ സ്വാർത്ഥത? എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സമൂഹ നന്മയ്ക്കും രാജ്യത്തിനും നാം എന്ത് സംഭാവന ചെയ്തു എന്ന ആത്മപരിശോധന നടത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ MK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് അംഗം K അജിത, ക്ലബ്ബ് പ്രസിഡന്റ് M രാജേഷ്, KJ സൈമൺ, K ജയചന്ദ്രൻ, ബിന്ദു സൈമൺ എന്നിവർ സംസാരിച്ചു. വനിതാവേദി പ്രവർത്തകർ അവതരിപ്പിച്ച തിരുവാതിരയും തുടർന്ന് സ്വരാജ് ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ കലാസന്ധിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഗ്രാൻഡ്മ ഫുട്ബോൾ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പയ്യന്നൂർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 17 മുതൽ 27 വരെ നടക്കും. T മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ ഗ്രാൻഡ്മ ഫുട്ബോൾ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പയ്യന്നൂർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 17 മുതൽ 27 വരെ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടക്കും. MK നൌഷാദിന്റെ സ്മരണയിലുള്ള 1 ലക്ഷം രൂപയും നന്മ ചാരിറ്റബിൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നൽകുന്ന ട്രോഫിയും സമ്മാനമായി നൽകും. ഏപ്രിൽ 17 വൈകിട്ട് 5-ന് TI മുസ്വനൻ MLA ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ശശി വട്ടക്കോവൽ അധ്യക്ഷനാകും. മലബാർ ബസ് ക്ലബ്ബ് പയ്യന്നൂരും FC ബീരിച്ചേരിയും തമ്മിൽ ആദ്യ മത്സരം നടക്കും. ഷൂട്ടേഴ്സ് പടന്ന ടൗൺ ടീം പയ്യന്നൂർ, മുസാഫിർ FC രാമതലി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുറപ്പാട്, മട്ടമ്മൽ ബ്രദേഴ്സ്, MFC പയ്യന്നൂർ, FC പയ്യന്നൂർ, ടൗൺ തൃക്കരിപ്പൂർ, FC പുഞ്ചക്കാട്, പ്രിയദർശിനി ഒഴിഞ്ഞവളപ്പ് തുടങ്ങിയ ടീമുകൾ വിവിധ ദിവസങ്ങളിൽ മത്സരിക്കും. ദിവസേന വൈകിട്ട് 5:30 കിക്ക് ഓഫ്. വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് ചെയർമാൻ PA സന്തോഷ്, C ഷിജിൽ, K ഷൈബു, KK ദീപക്, K ഷൈജു, MV നവീൻ കുമാർ, മുഹമ്മദ് കാസിം എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ കാഴ്ചവരവ് നടന്നു. താവം വേട്ടക്കുറുമകൻ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച കാഴ്ചവരവ് ക്ഷേത്രത്തിൽ സമാപിച്ചു. മുത്തുക്കുടകളുടെയും ശിങ്കാരിമേളത്തിന്റെയും ദൃശ്യകലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് കാഴ്ചവരവ് നടന്നത്. താവം വേട്ടക്കുരുമകൻ ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച കാഴ്ചവരവ് ക്ഷേത്രത്തിൽ സമാപിച്ചു. താവം, മുട്ടൽ റോഡ്, കുന്നിൻമതിലകം, കൊവ്വപ്പുറം, പള്ളിച്ചാൽ, ചെറുകുന്ന് തറ എന്നീ പ്രദേശങ്ങൾ വഴി സഞ്ചരിച്ചാണ് കാഴ്ചവരവ് നടന്നത്. ആചാര വെടിക്കെട്ടും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാവുകളിലും പാതയോരങ്ങളിലും ഇത് വെള്ളിലയുടെ കാലമാണ്. നിരവധി ഔഷധ ഗുണമുള്ള ഒരു സസ്യമായി ആയുർവേദ ഗ്രന്ഥങ്ങൾ വെള്ളിലയെ കണക്കാക്കുന്നു. കാവുകളിലും വഴിയോരങ്ങളിലും ഇപ്പോൾ അധികമാരും അറിയപ്പെടാത്ത വെള്ളില എന്ന ഔഷധ സസ്യങ്ങളുടെ കാലമാണ്. കരിവെള്ളൂരിലെ പലിയേരിക്കാവിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. പാറത്തോൽ എന്ന പേരിലും ഈ സസ്യം അറിയപ്പെടുന്നു. ഇതിന്റെ തളിരിലകൾ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നതുകൊണ്ടാണ് ഇതിനെ വെള്ളില എന്ന് വിളിക്കുന്നത്. റൂബിയസി കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം മൂസെൻഡ ഫ്രോണ്ടാസ എന്നാണ്. ധാരാളം ശിഖരങ്ങളോടു കൂടിയ ഒരു കുറ്റിച്ചെടിയാണ് വെള്ളില. വ്രണങ്ങളിൽ പച്ചയില അരച്ചു പുരട്ടിയാൽ സുഖപ്പെടുമെന്ന് പറയുന്നു. മറ്റു പല രോഗങ്ങൾക്കും ആയുർവേദ ഗ്രന്ഥങ്ങൾ വെള്ളിലയുടെ ഭാഗങ്ങൾ മരുന്നായി നിർദ്ദേശിക്കുന്നുണ്ട്. വെള്ളില എന്ന ചെടി ഒരു കാലത്ത് വളരെ സമൃദ്ധമായി നമ്മുടെ കാവുകളിലും അതുപോലെ വനപ്രദേശങ്ങളിലും കണ്ടുവരുന്ന ഒരു ചെടിയായിരുന്നു. പാറത്തോൽ എന്ന പേരിലും ഈ ചെടി അറിയപ്പെട്ടിരുന്നു. നല്ല നരച്ച വെളുത്ത ഇലകൾ, തളിരിലകൾ ഉള്ളതുകൊണ്ടാണ് ഈ ചെടിയെ മലയാളത്തിൽ വെള്ളില എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ശാസ്ത്രനാമം മുസൈൻഡ ഫ്രോണ്ടോസ എന്നാണ്. റുബിയേസിയെ എന്ന കുടുംബത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആതിഥേയനിൽ ചുറ്റിപ്പടർന്ന് നല്ല ശിഖരങ്ങളോടുകൂടിയ ഒരു കുറ്റിച്ചെടിയാണ് വെള്ളില എന്ന് പറയുന്നത്. ശിഖരങ്ങളുടെ അറ്റത്താണ് പൂക്കൾ കാണുന്നത്. പൂക്കൾ ഒറ്റയായിട്ടല്ല കാണുന്നത്, പൂങ്കുലയായിട്ടാണ് കാണുന്നത്. ഓരോ പുഷ്പത്തിലും ഇളം പച്ച നിറത്തോടു കൂടിയ മഞ്ഞ നിറമാണ് ഉള്ളത്. 1 സെന്റിമീറ്റർ നീളം വരും പുഷ്പത്തിന്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
ശ്രീ രാഘവപുരം സഭായോഗം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 22 വയസ്സിന് താഴെയുള്ളവരുടെ 3 ദിവസത്തെ ക്യാമ്പ് ജ്വാല 2025 തുടക്കമായി. കാലടി സംസ്കൃത സർവകലാശാല പയ്യന്നൂർ കേന്ദ്രം റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഇ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ രാഘവപുരം സഭായോഗം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 22 വയസ്സിന് താഴെയുള്ളവർക്കു വേണ്ടിയുള്ള 3 ദിവസത്തെ ക്യാമ്പ് ജ്വാല 2025 കൈതപ്രം ശ്രീ വാസുദേവപുരം ക്ഷേത്ര പരിസരത്ത് തുടക്കമായി. കാലടി സംസ്കൃത സർവകലാശാല പയ്യന്നൂർ കേന്ദ്രം റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഇ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. അറിയാനും അറിയിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും കഴിക്കാനും കഴിപ്പിക്കാനുമുള്ള ഒരു ക്യാമ്പായിട്ട് മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികൾ ശ്രദ്ധിക്കുക, ഈ ക്യാമ്പ് കഴിയുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഒരു ചോദ്യാവലി തരും. നിങ്ങൾ ഈ ക്യാമ്പിൽ കണ്ടതെന്ത്, കേട്ടതെന്ത്, നിങ്ങൾ അറിഞ്ഞതെന്ത്, ഇത് നിങ്ങളോട് ഈ സംഘാടകർ ചോദിക്കും. അത് ഏറ്റവും നന്നായിട്ട് ഉത്തരം ചെയ്യുന്നവരാരാണോ പറയുന്നവരാരാണോ അവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ക്യാമ്പ് കൂടിയായി ഈ ക്യാമ്പ് മാറും. അതുകൊണ്ട് ഞാനടക്കമുള്ള പ്രസംഗം കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുക. സഭായോഗം വൈസ് പ്രസിഡന്റ് ടി.വി. മാധവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. നാരായണൻ നമ്പൂതിരി, സുജിത്ത് N.K., ഡോക്ടർ കോറമംഗലം കൃഷ്ണകുമാർ, രമേശൻ കൈതപ്രം, ലക്ഷ്മി ടീച്ചർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ തായ്നേരി തൊളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാ ദിനോത്സവത്തോടനുബന്ധിച്ച് പിന്നൽ തിരുവാതിര അരങ്ങേറി. നീലാംബരി ഇടനാട് ടീമാണ് പിന്നൽ തിരുവാതിര അവതരിപ്പിച്ചത്. തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി നീലാംബരി ഇടനാടിന്റെ പിന്നൽ തിരുവാതിര അരങ്ങേറി. 8 പേരടങ്ങിയ സംഘമാണ് പിന്നൽ തിരുവാതിര അവതരിപ്പിച്ചത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ മത്സ്യമേഖലയെ കുത്തക മുതലാളിയായ അദാനിക്ക് പണയം വെക്കുകയാണെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA. പഴയങ്ങാടിയിൽ UDF പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർട്ട് ഫീ വർദ്ധിപ്പിച്ചതിനെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. ധർണാ സമരം അസോസിയേഷന്റെ ജില്ലാ ട്രഷറർ മനോഹരൻ പയ്യന്നൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ വെള്ളാപ്പ് മീലിയാട്ട റോഡിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുത തൂണിലിടിച്ച് തകർന്നു. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2:45 അപകടം നടന്നത്. പയ്യന്നൂർ നഗരസഭ സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി മുനിസിപ്പൽ തല പ്രഖ്യാപനവും നിർവഹണ സമിതി രൂപീകരണ യോഗവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.